മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പൊതുവിൽ പുറത്ത് പിണറായി വിജയൻ എന്ന് വെച്ചാൽ കുറച്ചധികം കർക്കശക്കാരനാണ് എന്നൊക്കെയുള്ള ഒരു പേടി, അങ്ങനെയുള്ള ഒരു അടക്കം പറച്ചിലുണ്ട് പൊതുവില്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത നാളുകൾ? മനുഷ്യനെ എല്ലാവർക്കും പേടിയാണ്, അതിന് സംശയമേ വേണ്ട. മുഖ്യമന്ത്രിയെ എല്ലാവർക്കും പേടിയാണ്, എല്ലാവർക്കും ഓർമ്മ എല്ലാവർക്കും. പക്ഷെ അതേ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര സമയനിഷ്ഠ, കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ്. അപ്പം ഒരു മീറ്റിങ്ങിനും ഒരു നിമിഷം വൈകി വരില്ല, കറക്റ്റായിട്ട് വരും. അദ്ദേഹം 1 മണിക്കൂർ അതിന് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 മണിക്കൂറിൻ്റെ അകത്ത് നമ്മളത് തീർത്തിരിക്കണം. എല്ലാവരും കേൾക്കാൻ അദ്ദേഹം സന്നദ്ധനാണ്, എല്ലാവരും കേൾക്കുകയും വേണം. പക്ഷേ ആരും കയറി വലിച്ചു വാരി സംസാരിക്കാനായിട്ട് സമ്മതിക്കില്ല, അത് വളരെ ഇംപേഷ്യൻ്റ് ആവുകയും ചെയ്യും. എന്നാൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും, പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ചും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട്, അപ്പോൾ ഇൻഫർമേഷൻ അദ്ദേഹത്തിന് കിട്ടണം. വെറുതെ നമ്മൾ ഒരു ധാരണയുടെ പുറത്ത് സംസാരിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പറ്റണം. എല്ലാവർക്കും സമയവും അവസരവും ഇതിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് കൊടുക്കുന്നതിൽ അദ്ദേഹം കണിച്ചക്കാരനാണ്. പിന്നെ അതെല്ലാം കൂട്ടി നമ്മള് മുഖ്യമന്ത്രി ഇത് എപ്പോഴും അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിന്റെ സ്വഭാവം എല്ലാവരും ആദ്യം സംസാരിക്കും, പിന്നെ അദ്ദേഹം ഒരു റാപ്പപ്പ് നടത്തും. ഈ റാപ്പപ്പ് നടത്തുന്ന സമയത്ത് നമ്മൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ പറഞ്ഞത് ഓരോ കാര്യവും അദ്ദേഹം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണോ തയ്യാറാക്കി വന്നിരിക്കുന്നത് അതിനും അപ്പുറത്ത് ഇപ്പം ചർച്ചയിൽ കൂടി ഉണ്ടായി വരുന്നത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാണുന്നത്. അപ്പം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടും ബിസിനസ് ലൈക്ക് ആയിട്ടും ആണ് മുഖ്യമന്ത്രി എല്ലാ ഓഫീസേഴ്സിൻ്റെ അടുത്തും, അത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഇടപഴകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും സമയം വാല്യൂബിൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹമായിട്ട് വളരെ കുറച്ച് കാലം മാത്രമാണ് ആ ഒരു ഓഫീസിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പോലും 8 മാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എങ്കിൽ പോലും മലയോര ഹൈവേ പോലെ, വിഴിഞ്ഞം പദ്ധതി പോലെ പ്രധാനപ്പെട്ട പല പദ്ധതികളും നടന്നൊരു കാലം എന്നുള്ള രീതിക്ക് അതിന് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്നു ആ ഒരു കാലത്തെ? തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് വയനാട്ടിലെ നമ്മുടെ മേപ്പാടി പഞ്ചായത്തിലെ ദുരന്തത്തിൻ്റെ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സമയത്തിൽ കാര്യങ്ങൾ നടത്തിയെടുക്കണമെങ്കിൽ ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള കടമ്പകൾ കടന്നു പോകേണ്ടതിൻ്റെതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യഘട്ടമുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ അവസാനവും റീഹാബിലിറ്റേഷൻ്റെ തുടക്കവും വരുന്ന സമയത്താണ് ഞാൻ കയറുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മരണത്തിൻ്റെ കണക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇവരുടെ എല്ലാ അസ്ഥികളും സഹായങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് പോയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഇവർ, ഇപ്പം അവശേഷിക്കുന്നവർ എത്ര പേരാണ് ഇതിൽ ബാധിതരായിട്ടുള്ളത്, അതിൻ്റെ ഒരു തിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് എല്ലാവർക്കും തന്നെ അവരുടെ ദൈനംദിന ജീവിതം മുതൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ വരെയുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ലഭ്യമാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും സുശക്തവും സുസ്ഥിരവുമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം വെക്കുന്ന ഒരു ടൗൺഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുമുണ്ട്. ടൈം ബൗണ്ടായിട്ട് ഇത് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഭൂമി കണ്ടെത്തണം. ഇത്രയും ആളുകൾ ഇത് ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി പടുത്തുയർത്തണമെങ്കിൽ അതിൻ്റെ ഡിസൈന്, അതിനെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക, പുതിയ രീതിശാസ്ത്രം അവലംബിച്ചാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രീസിഡന്റ് ഇല്ല. അപ്പൊ സർക്കാരിൽ ഒന്നും പ്രീസിഡന്റ് ഇല്ലാതെ നടക്കൂല. അപ്പൊ പ്രീസിഡന്റ് ഇല്ലാത്ത ഒരിടത്ത് ഒരു പ്രീസിഡന്റ് ഉണ്ടാക്കുക എന്നുള്ളതും കൂടി നമ്മുടെ മുന്നിലുള്ളൊരു ചലഞ്ചായിരുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയേണ്ടതില്ലോ നിങ്ങളിത് എന്ത് വ്യവസ്ഥയിലാണ് ചെയ്യുന്നത്, ഏത് കോൺട്രാക്ടറിനെ എങ്ങനെയാണ് നിങ്ങൾ പ്രൊക്യൂർ ചെയ്തത്, അവർക്ക് ഉള്ള റെസ്പോൺസിബിലിറ്റി എന്താണ്, കിഫ്ബി പോലുള്ള ഒരു ഓർഗനൈസേഷൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടോ, ആരാ, അപ്പോൾ അവരെ എങ്ങനെയാണ് നിങ്ങൾ എൻഗേജ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ. ഇപ്പോൾ ഊരാളുകൾ സൊസൈറ്റി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന അവർക്ക് ഇതിനുള്ള ഇപ്പം കഴിവുണ്ടോ, ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, പിന്നെ ഇത്രയും അധികം ആളുകളും സ്പോൺസേഴ്സും ഒക്കെ ഉള്ളപ്പോൾ ആ സ്പോൺസേഴ്സിൻ്റെ അവരുടെ ഫണ്ട് ഇതിനകത്തോട്ട് ഇടചേർന്ന് പോകുന്നത് എങ്ങനെയാണ്. അപ്പം ഇങ്ങനെ പല ഓരോ ദിവസം ഓരോ ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും
ഞങ്ങളൊരു നീണ്ട 2-3 മണിക്കൂറിൻ്റെ ചർച്ചകളും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. പിന്നെ ഗവൺമെൻറ് മിനിസ്റ്ററിനെയും മുഖ്യമന്ത്രിയെയും ക്യാബിനറ്റിനെയും ഒക്കെ തന്നെ ബ്രീഫ് ചെയ്യേണ്ടതായിട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയമെടുത്ത ഒരു ഇടപെടലായിരുന്നു. പിന്നെ വന്നത് മാലിന്യ സംസ്കരണം തന്നെ. ഇപ്പോൾ കേരളത്തിൻ്റെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ അവസാന കലാശക്കൊട്ട് വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തദ്ദേശ ഭരണ വകുപ്പിൽ ഉണ്ടായിരുന്നതിൻ്റെ മുൻ പരിചയം എനിക്കുണ്ട്. പക്ഷെ വകുപ്പ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും മറ്റ് വകുപ്പുകളിലും കേരളം കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രത്യേകത മറ്റാരും ചെയ്തിട്ടില്ലാത്തതും, നമ്മൾ 30-ലേറെയുള്ള വകുപ്പുകൾക്ക് മാലിന്യ സംസ്കരണം, അവരുടെ മാലിന്യം ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് മാലിന്യം. ആയുർവേദ ക്ലിനിക്കിൽ ഉണ്ടാവുന്ന ഒരു തരം മാലിന്യം, KSRT ബസ് സ്റ്റാൻഡിൽ നിന്നുണ്ടായി വരുന്നത് മറ്റൊരു തരം മാലിന്യം, ഫിഷറീസിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ കടലിൽ നിന്ന് കടന്നു വരുന്ന മാലിന്യം, ഹാർബറിൽ ഉണ്ടാകുന്ന മാലിന്യം, ഇതൊക്കെ വെവ്വേറെ തരത്തിലുള്ള മാലിന്യങ്ങൾ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത് ഓരോ പ്രശ്നവും ഈ മാലിന്യ സംസ്കരണം അതാത് വകുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, അത് ഹെൽത്ത് ആയാലും ശരി, എഡ്യൂക്കേഷൻ ആയാലും ശരി, ട്രാൻസ്പോർട്ട് ആയാലും ശരി, ഇൻഡസ്ട്രി ആയാലും ശരി, അവരെയൊക്കെ അതിലേക്ക് വേണ്ടി സജ്ജമാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടൽ. അത് ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാൻ പറ്റില്ല. ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇപ്പൊ ഗവൺമെന്റിന്റെ ഇപ്പം എല്ലാ വകുപ്പുകളെയും യോജിപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകളും ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ആയിരുന്നു. ഇനി ഇതിന്റെ ഇടയിൽ നമുക്ക് ഇപ്പം വിഴിഞ്ഞം പദ്ധതി ഉണ്ടായി വരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒരു വളരെ നല്ല മെച്ചപ്പെട്ട സ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞതാണ്. അപ്പം ഈ ഒരു സ്ഥാനത്തിൽ എത്തുക എന്നുള്ളത് തന്നെ ദുർഘടമാണ്. പക്ഷെ ആ സ്ഥാനത്ത് തുടരുക എന്നുള്ളത് അതിലേറെ ദുർഘടമാണ്. അപ്പൊ അത് പ്രത്യേകിച്ചും ഇപ്പം എല്ലാവർക്കും ഒരു അതിശയം, ഇത് ഇങ്ങനെ കേരളത്തിന് സാധിച്ചു, കേരളം അവിടെ എത്തിപ്പറ്റിയത്, ഇത് എന്തോ കൊനിഷ്ടുണ്ട് എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇത് അല്ല, ദിസ് ഈസ് നോട്ട് എ ഫ്ലാഷ് ഇൻ ദ പാൻ, ഇത് വാസ്തവത്തിൽ കേരളത്തിന് അർഹതപ്പെട്ടതാണ് എന്നുള്ളത് തെളിയിക്കണം. പുതുതായിട്ട് എന്തെടുത്ത് നമ്മളെടുത്ത് എറിഞ്ഞാലും അത് നമുക്ക് പ്രതിരോധിക്കുക മാത്രമല്ല നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും, അപ്പം നമുക്ക് ആദ്യമായിട്ട് കേരളത്തിൽ നിന്നൊരു കണ്ടിൻജന്റ് ഡാവോസിൽ പോയി. അപ്പോൾ ഡാവോസിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വാസ്തവത്തിൽ ഈ വ്യവസായ മേഖലയിൽ എത്രത്തോളം ഉള്ള ഇടപെടലുകൾ എന്തെല്ലാം സെക്ടേഴ്സുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ എവിടെയൊക്കെ നമ്മുടെ സാധ്യതകളെന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്ന എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ കിട്ടണമെങ്കിൽ വാസ്തവത്തിൽ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ വരുമ്പോഴേ വാസ്തവത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള സാധ്യതകൾ വെച്ച് മുന്നോട്ട് പോകാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം നിയമനിർമ്മാണം, പോളിസി തയ്യാറാക്കൽ, അതൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം സോളാർ എനർജി. അഗൈൻ ലോകം അറിയാത്തൊരു കാര്യം, ഈ സോളാർ എനർജിയും ഇതിൻ്റെ റിന്യൂവബിൾ എനർജി മാനേജ്മെന്റിന് കേരളം ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ധാരാളം എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ പുഷ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കൂടി ഉണ്ടായിരുന്നു. വിഴിഞ്ഞം പോർട്ട് അതിൻ്റെ ഭാഗം. അപ്പം വിഴിഞ്ഞം തന്നെ, ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ എത്ര യുണീക്ക് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ്. ഇത് എങ്ങനെയാണ് ഒരു ഗെയിം ചേഞ്ചർ. നമ്മളിതൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ വെച്ചാൽ മറ്റൊരു പോർട്ട്, ഇത് എന്താണ് ട്രാൻസ്ഷിപ്മെന്റ് വന്നിട്ട് പോകുന്നു, നമുക്കെന്താ കാര്യം, ഇത് നമുക്കൊന്നും ഗുണം ചെയ്യുന്നതല്ല എന്നൊക്കെയുള്ള ഒരു മുറുമുറുപ്പ് നമ്മളുടെ ഒക്കെ ഇടയിലുണ്ടായിരുന്നു. പക്ഷെ ഇത് ചെയ്തു വരുമ്പോഴത്തേക്കും ഇതിന്റെ എന്തൊക്കെ ആണ് ഇത് തുറന്നു തരുന്നതിന്റെ സാധ്യതകൾ, എന്തൊരു ആഗോളതലത്തിൽ ഒരു പ്ലെയർ ആയിട്ട് മാറുന്നതിന്റെ, ഇന്ത്യയുടെ തന്നെ ഇപ്പൊ കാർഗോ മൂവ്മെന്റിനെ ബാധിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോജിസ്റ്റിക്സ് ക്രമീകരണങ്ങൾ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടി വരിക, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള നെഗോഷിയേഷൻ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ ഒക്കെ ഇടയിൽ മറ്റൊരു വിഷയം വളരെ ശക്തമായിട്ട് കടന്നു വന്നിരുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം. അപ്പം ഈ സംഘർഷം വാസ്തവത്തിൽ തദ്ദേശ ഭരണ വകുപ്പിലിരിക്കുമ്പോൾ 2020 തന്നെ സർക്കാർ തലത്തിലും പൊതുമനസ്സിലും പുറത്തു വരുന്നതിന് മുമ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരുന്നു. ആ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ തദ്ദേശ ഭരണ വകുപ്പും വനം വകുപ്പും
ചർച്ച ചെയ്ത് ഈ സംഘർഷത്തിനെ അഭിമുഖീകരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ചില ഇടപെടലുകളൊക്കെ നമ്മൾ അന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെ ഇതിനകത്തോട്ട് കൊണ്ടുവരാം, ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ആശയപരമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കുറേ നിർദ്ദേശങ്ങളും ഒരു പ്രവർത്തന പരിപാടി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ചും കൂടി ഒന്ന് മൂർച്ഛിച്ച് വന്നൊരു സമയം കൂടിയായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ. ആ കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ എഗൈൻ എനിക്ക് തോന്നുന്നു പൈനിയറിംഗ് ആയിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിനെ ജനങ്ങളെയും കൂടി അവരെ ഇതിന്റെ ഭാഗമാക്കിക്കൊണ്ട് എങ്ങനെയാണ് നമുക്കിതിനൊരു പരിഹാരം കാണാൻ പറ്റുക, എന്താണ് റെസ്പോൺസിബിൾ ഗവർണൻസ്. ഈ റെസ്പോൺസിബിൾ ആയിട്ട് പിന്നെ ഒരു ഭാഗത്ത് പ്രൊട്ടക്ഷൻ, മറുഭാഗത്ത് നമ്മുടെ റെസ്പോൺസിബിൾ ബിഹേവിയർ, മൂന്നാമത് ഇവിടെ വനത്തിനകത്ത് തന്നെ മൃഗങ്ങളെ കാട്ടിനകത്ത് തന്നെ നിർത്തുന്നതിലേക്ക് വേണ്ടി എന്ത് ക്രമീകരണങ്ങൾ ചെയ്യണം. അപ്പൊ അങ്ങനെ പല രീതിയിലും പിന്നെ ഓരോ ഇതിലേക്ക് വേണ്ടിയും റേഞ്ചിന് വേണ്ടിയും ഒക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന ഒരു ഇടപെടലും ഉണ്ടായിരുന്നു. അങ്ങനെ ഓർത്തു നോക്കുമ്പോഴത്തേക്ക് കുറെ അധികം കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടുന്നത്, നമ്മളൊക്കെ ഇങ്ങനെ വരുന്നു പോകുന്നു, ഒരു സിസ്റ്റം തുടർന്ന് പോകുന്നു, ആ സിസ്റ്റത്തിന്റെ മൂവ്മെന്റിനെ ഒന്ന് തടസ്സപ്പെടുത്താതിരിക്കുക. പക്ഷെ അതിനെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റുന്ന എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കുക, പിന്നെ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത് ആണ് ഇപ്പം വരുന്ന ഏതൊരു ചീഫ് സെക്രട്ടറിയും ചുമതല. കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കേരളത്തിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ കുടുംബശ്രീ വഹിച്ച പങ്ക് അല്ലെങ്കിൽ വഹിക്കുന്ന പങ്ക് എന്താണെന്നാണ് തോന്നുന്നത്? കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കുടുംബശ്രീ. എന്തുകൊണ്ടെന്നാൽ ഒന്നാമത് ഇത്രയും അധികം സ്ത്രീകൾ, 40 ലക്ഷത്തിനടുപ്പിച്ച് സ്ത്രീകൾ ഇന്ന് കുടുംബശ്രീ സംവിധാനത്തിനകത്തുണ്ട്. അവരുടേതായിട്ടുള്ള ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇടമാണ് കുടുംബശ്രീയും അയൽക്കൂട്ടങ്ങളും ADS-ഉം CDS-ഉം ഒക്കെ. പക്ഷേ ഒരു കേവലം മൈക്രോ ഫൈനാൻസ് പ്രവർത്തനങ്ങൾ മാത്രമല്ലോ, അയൽക്കൂട്ടം എന്ന് പറയുന്നത് തന്നെ ഗ്രാമസഭയുടെ ഒരു ഉപഘടകം എന്നുള്ള രീതിക്ക് വളരെ പ്രസക്തമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ജില്ലാ കളക്ടറായിരുന്ന സമയത്ത്, അത് ജനകീയാസൂത്രത്തിന്റെ തുടക്കമാണ്. അപ്പോൾ ആ സമയത്ത് അന്ന് ഞങ്ങൾ DPC-യിൽ ചർച്ച ചെയ്തത്, അല്ല ഈ സ്ത്രീകളെ ഞങ്ങൾ എങ്ങനെയാണ് ഗ്രാമസഭയിൽ കൊണ്ടുവരിക, സ്ത്രീകളുടെ അസാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഗ്രാമസഭ. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്നിപ്പോ സ്ത്രീകൾ വളരെയധികം ഗ്രാമസഭയ്ക്കകത്തുണ്ട്. പക്ഷെ കുടുംബശ്രീക്കകത്ത് കടന്നു വരുമ്പോഴത്തേക്കും ആ ഒരു നേട്ടം നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രാമസഭയിൽ സ്ത്രീകൾ ധാരാളം എത്തിച്ചേർന്നുണ്ട്. എന്നിരുന്നാലും ഒരു പ്രശ്നമുണ്ട്. ഈ ഗ്രാമസഭയിൽ സ്ത്രീകൾ അവിടെ ചെന്നിട്ട് റബ്ബർ സ്റ്റാമ്പായിട്ട് പ്രവർത്തിക്കുകയോ, അപ്പൊ റബ്ബർ സ്റ്റാമ്പായിട്ട് നിൽക്കുന്ന അതൊരു പങ്കാളിത്തമല്ലല്ലോ, അത് പാർട്ടിസിപ്പേഷൻ എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ ഇൻഫോംഡ് ആയിട്ട് സ്ത്രീകൾ അതിൻ്റെ അകത്ത് നമ്പർ കൂട്ടാൻ വേണ്ടി മാത്രമല്ല, അവർ വാസ്തവത്തിൽ അഭിപ്രായം പറയാനും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും പറ്റുന്നൊരു വേദിയായിട്ട് മാറും. പക്ഷെ ആവശ്യങ്ങൾ ഉന്നയിക്കണമെങ്കിൽ സ്ത്രീകൾക്ക് ബോധ്യപ്പെടണം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന്. അപ്പം നമ്മൾ പലതും നിരാകരിച്ച് ഇതൊക്കെ ഇല്ലായ്മകൾ നമ്മുടെ ഒരു അങ്ങനെയാണ്, ശീലമാണ് എന്ന് കരുതി നിൽക്കുന്ന ഒരു സ്ത്രീ, ഇല്ല ഇതിലൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റും, ആ മാറ്റത്തിന് എനിക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ആകാൻ പറ്റും എന്നുള്ള ഒരു ബോധം ഉണ്ടായി വരിക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ കുടുംബശ്രീയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചതും അതായിരുന്നു. അപ്പം കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായിട്ട് ഇടചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ് കുടുംബശ്രീ. അപ്പൊ കുടുംബശ്രീക്കകത്തുള്ളത് കുടുംബശ്രീക്കകത്തുണ്ടാകാൻ പറ്റിയത് ഒന്നൊരു പൊളിറ്റിക്കൽ ശാക്തീകരണം കൂടിയുണ്ട്. പൊളിറ്റിക്കൽ ശാക്തീകരണമുണ്ട്, പിന്നെ ഒരു വികസന മേഖലയിൽ സ്ത്രീകൾക്ക് ഇടപെടാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ സ്ത്രീകൾ പുറത്ത് വന്നിട്ട് മൈക്രോ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നു, ലൈവ്ലിഹുഡ് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അവർ സമൂഹത്തിന്റെ നമ്മുടെ ഒരു നേഷൻ ബിൽഡിങ്ങിന്റെ പങ്കാളിയാകുന്നു. അത് കുടുംബശ്രീക്ക് കൊണ്ടുവരാൻ പറ്റിയ നേട്ടമാണ്. ആൻഡ് ഈ നേട്ടം കൊണ്ടുണ്ടാകുന്നത് സ്ത്രീകൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ആത്മവിശ്വാസമാണ്. അപ്പം ഞങ്ങളും റെലവെന്റ് ആണ്, ഞങ്ങൾ ഇതിന്റെ ഭാഗമാണ്, അപ്പം ഞങ്ങളുടെ ശബ്ദത്തിന് പ്രസക്തിയുണ്ട് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ കൊണ്ടുവരാനായിട്ട്, അതിനെ നിലനിർത്താനുമായിട്ട് നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ കുടുംബശ്രീയെ പറ്റി പറഞ്ഞപ്പോൾ, ഈ നമ്മുടെ നാടുകളിൽ പല ജോലികളും
സ്ത്രീകൾക്ക് വേണ്ടി തന്നെ റിസർവ് ചെയ്ത് വെച്ചതായിട്ടുണ്ട്. ഒരു നേഴ്സ്, ഒരു അധ്യാപിക, ഇതൊക്കെ സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന സ്ത്രീകൾ എത്തേണ്ടിയിരിക്കുന്ന ചില റോളുകളാണ്. പക്ഷെ ഒരു ഭരണകർത്താവിന്റെ പൊസിഷനിലേക്കൊക്കെ ഒരു സ്ത്രീയെ കാണാൻ മാത്രം ഒന്നും നമ്മുടെ നാട് മാറിയിട്ടില്ല. പലപ്പോഴും അതങ്ങോട്ട് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഒരു ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് മാം ഇരിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? അല്ല, ഈ ഒരു സ്ത്രീ ഓഫീസർ എന്ന നിലയ്ക്ക് നമ്മുടെ കരിയർ മുഴുവനും ആ ചാലഞ്ചും കൊണ്ട് തന്നെയാണ്. കാരണം IAS എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് വരുന്നു, കളക്ടറായിട്ട് വരുന്നു, സെക്രട്ടറി ആയിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓരോ പൊസിഷനിലെയും തലപ്പത്താണ് കയറി വരുന്നത്. അപ്പോ ആദ്യമൊക്കെ അത് വളരെ പ്രയാസമായിരുന്നു. പിന്നെ കുറച്ച് പ്രായം ആയി വരുമ്പോഴത്തേക്കും നമ്മളൊരു അമ്മ സ്ഥാനത്ത് കാണും. അമ്മച്ചിയായില്ലേ, അമ്മച്ചി ആകുന്നതിന്റെ ഒരു സുഖമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ പറയുന്നത് കേൾക്കാനും എടുക്കാനും ഒക്കെയാണ്. എന്തെന്നാലും അതെ, ഇപ്പം സ്ത്രീകള്, ഞാനത് ചുറ്റും കാണുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അതിൽ അല്പം അശ്രദ്ധ ഉണ്ടായി വരിക, അതിനൊന്ന് ഡിസ്മിസ് ചെയ്യുക, വളരെ ഡിസ്മിസീവായിട്ട് ഇത് ചെയ്യുക. പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടി സ്ത്രീനെ എവിടെയെങ്കിലൊക്കെ നമുക്ക് പൊസിഷൻ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഇപ്പം മെസ്സേജിങ് വളരെ ശക്തമായിട്ട് സർക്കാരിന്റെ അകത്തും പുറത്തും ഒക്കെ നമുക്ക് തുടർച്ചയായിട്ട് കിട്ടും. പിന്നെ ഇപ്പൊ കാലം മാറി വരുന്നു. ഇന്ന് കേരളത്തിലെ IAS തന്നെ സ്ത്രീകളുടെ സാന്നിധ്യം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു സമയത്ത് കേരളത്തിലെ നമ്മുടെ 14 ജില്ലകളിൽ 9 ജില്ലകളിൽ വനിതാ കളക്ടർമാരായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല നേരത്തെ. ഇപ്പം അത് ഉണ്ടായി വരുന്നത് വാസ്തവത്തിൽ സ്ത്രീ സാന്നിധ്യം. ഇപ്പൊ സ്ത്രീ സാന്നിധ്യം കൂടുമ്പോൾ തന്നെ സ്ത്രീ എന്ന ആ ഒരു സംഭവമായിട്ട് നമുക്ക് സംവദിക്കേണ്ടതുണ്ട് എന്നുള്ള സിസ്റ്റത്തിന്റെ ഒരു തിരിച്ചറിവും കൂടി ഉണ്ടായി വരുന്നുണ്ട്. അത് നല്ലതാ. പിന്നെ അതുപോലെ മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പൊതുവിൽ പുറത്ത് പിണറായി വിജയൻ എന്ന് വെച്ചാൽ കുറച്ചധികം കർക്കശക്കാരനാണ് എന്നൊക്കെയുള്ള ഒരു പേടി, അങ്ങനെയുള്ള ഒരു അടക്കം പറച്ചിലുണ്ട് പൊതുവില്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത നാളുകൾ? മനുഷ്യനെ എല്ലാവർക്കും പേടിയാണ്, അതിന് സംശയമേ വേണ്ട. മുഖ്യമന്ത്രിയെ എല്ലാവർക്കും പേടിയാണ്, എല്ലാവർക്കും പറയുമ്പോ എല്ലാവർക്കും. പക്ഷെ അതേ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര സമയനിഷ്ഠ, കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ്. അപ്പം ഒരു മീറ്റിങ്ങിനും ഒരു നിമിഷം വൈകി വരില്ല, കറക്റ്റായിട്ട് വരും. അദ്ദേഹം 1 മണിക്കൂർ അതിന് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 മണിക്കൂറിൻ്റെ അകത്ത് നമ്മളത് തീർത്തിരിക്കണം. എല്ലാവരും കേൾക്കാൻ അദ്ദേഹം സന്നദ്ധനാണ്, എല്ലാവരും കേൾക്കുകയും വേണം. പക്ഷേ ആരും കയറി വലിച്ചു വാരി സംസാരിക്കാനായിട്ട് സമ്മതിക്കില്ല. അത് വളരെ ഇംപേഷ്യൻ്റ് ആവുകയും ചെയ്യും. എന്നാൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും, പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ചും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട്, അപ്പോൾ ഇൻഫർമേഷൻ അദ്ദേഹത്തിന് കിട്ടണം. വെറുതെ നമ്മൾ ഒരു ധാരണയുടെ പുറത്ത് സംസാരിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പറ്റണം. എല്ലാവർക്കും സമയവും അവസരവും ഇതിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് കൊടുക്കുന്നതിൽ അദ്ദേഹം കണിച്ചക്കാരനാണ്. പിന്നെ അതെല്ലാം കൂട്ടി നമ്മൾ മുഖ്യമന്ത്രി ഇത് എപ്പോഴും അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിന്റെ സ്വഭാവം എല്ലാവരും ആദ്യം സംസാരിക്കും, പിന്നെ അദ്ദേഹം ഒരു റാപ്പപ്പ് നടത്തും. ഈ റാപ്പപ്പ് നടത്തുന്ന സമയത്ത് നമ്മൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ പറഞ്ഞത് ഓരോ കാര്യവും അദ്ദേഹം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണോ തയ്യാറാക്കി വന്നിരിക്കുന്നത് അതിനും അപ്പുറത്ത് ഇപ്പം ഈ ചർച്ചയിൽ കൂടി ഉണ്ടായി വരുന്നത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാണുന്നത്. അപ്പം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടും ബിസിനസ് ലൈക്കായിട്ടും ആണ് മുഖ്യമന്ത്രി എല്ലാ ഓഫീസേഴ്സിൻ്റെ അടുത്തും, അത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഇടപഴകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും സമയം വാല്യൂബിൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹമായിട്ട്. അതുപോലെ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം ഏറ്റവും നന്നായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗ്രാസ് റൂട്ട് ലെവൽ ഓഫ് ഡെവലപ്മെന്റിനെ എങ്ങനെ എൻഷുർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു അനുഭവത്തിൽ വെച്ച്? കേരളത്തിലെ പഞ്ചായത്ത് രാജ് വന്ന് ഇവിടെ ഇന്ന് രാവിലെ സെമിനാറിൽ പറയുകയുണ്ടായിരുന്നു, നമ്മൾ ലാൻഡ് റിഫോംസ് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ് തന്നെയാണ്. ജനകീയാസൂത്രണത്തിന്റെ ആ പ്രക്രിയ ആ ഒരു ഡെവല്യൂഷനുമാണ്. ആ ഡെവല്യൂഷനെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു പ്രക്രിയ സെറ്റ് ചെയ്തതും ഒക്കെ തന്നെയാണ്. അതിലുണ്ടായ മാറ്റം എന്താണ്? ഞാൻ ഇതിന്റെ തുടക്കം മുതൽ അതിനൊരു സഹയാത്രിക എന്നുള്ള നിലയ്ക്ക് അത് ഫീൽഡിൽ നിന്നും പിന്നെ ഇപ്പോൾ പോളിസിയുടെ ലെവലിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫീൽഡിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിലെ ശുചിത്വം
ഒറ്റയടിക്ക് ശുചിത്വത്തിന്റെ ഒരു ലെവൽ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു. ഹൗസിങ്ങിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇൻഡിവിജ്വലുമായിട്ടുള്ള പാവപ്പെട്ടവരുടെയും എൻടൈറ്റിൽമെന്റ്സ് ഒക്കെ എത്തിക്കുന്നത് എല്ലാവർക്കും അതിനുള്ള ഒരു സാധ്യതയും ആക്സസ് കൊണ്ടുവരുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കാര്യമായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സർവീസിൽ കയറുന്ന സമയത്ത് ഞാൻ കോളേജിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തുമൊക്കെ നമ്മൾ മലബാറും കേരളവും ബാക്കി സൗത്തും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഇത് കാണുന്നുണ്ടായിരുന്നു. കറണ്ട് അവിടെ എത്തൂല, അവിടെ ആരും പണിയെടുക്കാനായിട്ട് ഇഷ്ടപ്പെടൂല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ഇപ്പൊ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായിട്ടുള്ള തനതായ രീതിയിൽ തന്നെ വളരാനായിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ്. ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായി വരുന്നുണ്ട്. ലോക്കൽ ജീനിയസ് അനുസരിച്ചിട്ട് വളരാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പൊ സോഷ്യൽ എംപവർമെന്റിന് വാസ്തവത്തിൽ കേരളം ഇന്ന് എത്തി നിൽക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തന്നെ നമുക്ക് വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് തദ്ദേശഭരണ വകുപ്പിന് അല്ലെങ്കിൽ നമുക്ക് ഡിവോൾവ് ചെയ്തിട്ട് പഞ്ചായത്തുകൾക്ക് ഡിവോൾവ് ചെയ്തിട്ടില്ലാത്ത വിഷയങ്ങളിൽ പോലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഉത്തരവാദിത്വങ്ങളും എല്ലാവരും കൂട്ടിയിണക്കി കൊണ്ടുപോകാനായിട്ടുള്ള അപ്പോൾ പങ്കാളിത്ത പൂർണ്ണ ഭരണം, സദ്ഭരണം എന്നതിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ മാതൃക ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും പദ്ധതികൾ നമ്മൾ പറയുമ്പോൾ പൊളിറ്റിക്കലി വളരെ വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു ജനതയാണ് കേരളത്തിലേത്. എന്തിനേയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന, അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തുന്ന ഒരു പദ്ധതി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും പരമാവധി ചർച്ച ചെയ്ത് അതിനെതിരെ സമരങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അവിടെ ഒരു പദ്ധതി വരുന്ന സമയത്ത് അതിനെതിരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എങ്ങനെയാണ് ഇത് നേരിടാറ്? അതായത് ഈ ഒരു പദ്ധതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രവർത്തനം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എങ്ങനെയാണ് നടത്താറ്? ഞാനൊരു കോൺട്രാസ്റ്റ് പറയാം. ഞാൻ കേരളത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഒരു കാര്യം നടത്തിയെടുക്കാന്ന് വെച്ചാൽ വളരെ എളുപ്പം. ഒരു കാര്യം ആലോചിക്കുന്നു, നമ്മൾ നടത്തുന്നു, ഉത്തരവാക്കുന്നു, വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ നമുക്ക് നീക്കിയെടുക്കാനായിട്ട് പറ്റുക. കേരളത്തിൽ അത് പറ്റൂല. കേരളത്തിലാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ഇത് ഒരു ആശയം കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ആശയം നമ്മുടെ ആശയം ആകണമെന്നില്ല. അപ്പം നമ്മുടെ ആശയത്തിന് അത്രയ്ക്ക് വലിയ കോപ്പുണ്ടെന്ന് നമുക്ക് അഹങ്കരിക്കാനായിട്ട് പറ്റില്ല. അപ്പം കാരണം ഈ പറഞ്ഞതുപോലെ ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടും ചിന്തിക്കുന്നതായിട്ടും ക്രിട്ടിക്കലായിട്ടും നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഇൻഫോംഡ് കമ്മ്യൂണിറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ഉണ്ടാവണം. ആൻഡ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു കാര്യങ്ങൾ നടന്നെടുക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ കേരളം നടത്തിയെടുത്ത് വരുമ്പോൾ മറ്റൊരിടത്തിനെക്കാട്ടിലും വളരെ ഭംഗിയായിട്ട് നടക്കും. കാരണം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും സാധ്യതകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഓണർഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് കേരളത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ കേരളത്തിന് മറ്റൊരു ഗുണമുണ്ട്. ഇപ്പം ഇങ്ങനൊരു ക്രിട്ടിക്കൽ സമൂഹം ഉള്ളപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതാണ് സോഷ്യൽ ക്യാപിറ്റൽ. ഈ ഹ്യൂമൻ റിസോഴ്സസ്, കേരളത്തിന്റെ ഹ്യൂമൻ റിസോഴ്സസും ഗവർണൻസിൽ അസോസിയേറ്റ് ചെയ്യാനായിട്ട് താല്പര്യവും സന്മനസ്സും കാണിക്കുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ് സമാനതകളില്ലാത്ത ആണ്. കാരണം മറ്റൊരു സ്ഥലത്തും ഈ രീതിയിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് കേപ്പബിലിറ്റി, സന്നദ്ധത നമ്മൾ കാണുന്നില്ല. ഈ വയനാട് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം സർവീസിന്റെ ഒരു 3/4 ഭാഗവും അതിനുവേണ്ടി തന്നെ ചെലവഴിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. അതെ. അവിടുത്തെ ആ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങള് പതിയെ ആയിരുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 2-3 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് റെസ്ക്യൂ, ഷെൽട്ടർ ആൻഡ് ഇമ്മീഡിയറ്റ് ഡെയിലി നീഡ്സിന്റെ മാനേജ്മെന്റ് ആണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തിക്കൊണ്ടുപോയി. അതിനെക്കുറിച്ച് ആർക്കും ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് റീഹാബിലിറ്റേഷൻ്റെ ഒരു സ്റ്റേജിലോട്ട് കടക്കുമ്പോൾ ഈ നമ്മൾ നടത്തുന്ന റെസ്ക്യൂ ഡെയിലി നീഡ്സ് മീറ്റ് ചെയ്യുന്നതും സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധ റീഹാബിലിറ്റേഷനിലോട്ട് മാറുന്നു. അപ്പോൾ റീഹാബിലിറ്റേഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഭൂമിയില്ല, ഇതില്ല, നമ്മൾ ഇതിൻ്റെ PDNA നടത്തുന്നു, അസസ്മെന്റ് നടത്തുന്നു. ഇപ്പൊ കേരളത്തിൽ അത് വളരെ തമാശയുള്ള ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നമ്മുടെ PDNA എന്തുകൊണ്ട് എത്ര 3 മാസം എടുക്കണേ എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ വാർത്തയായി പ്രശ്നമായി. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്
ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് NDMA-യിൽ നിന്ന് കേരളത്തിന് മാതൃകയാക്കി കാണിക്കുക. ഇങ്ങനെ വേണം PDNA നടത്താൻ. അപ്പൊ ഇപ്പം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ മാതൃകയാണ്. നമ്മുടെ നാട്ടിൽ പക്ഷേ ചീത്ത. അത് പിന്നെ ഇപ്പം കേരളത്തിൽ കാരണം നമുക്കൊരു വിധത്തിൽ നോക്കാം, ഇത് ഗവൺമെന്റിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ ഗവൺമെന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ കൂടുതൽ കേരളത്തിലെ ജനത ഗവൺമെന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഒരു വീഴ്ച എന്തായാലും ഉണ്ടായി. ആ വീഴ്ച എന്ന് പറയുന്നത് പ്രവർത്തനത്തിൽ ഒരു സ്ലോ ഗോയിങ് അല്ല, അതായിരുന്നില്ല പ്രശ്നം. കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം എന്താണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നു, ഇതിൽ ഓരോരുത്തരും നമ്മൾ വിശ്വാസത്തിൽ എടുക്കുന്നതിനുള്ള ഈ ഒരു പ്രോസസ്സ്. കേരളത്തിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു 1000-ലേറെ ഇതില് ബാധിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഓരോ കുടുംബത്തിനു വേണ്ടി ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആർക്കറിയാത്? അത് ആ മൈക്രോ പ്ലാൻ തയ്യാറാക്കി ഇവരുടെ ഓരോരുത്തരുടെ കടം എന്താണെന്ന് ഇത് തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് എന്ത് തരത്തിലുള്ള വികസനമാണ്, എന്ത് തരത്തിലാണ് അവർ മുന്നോട്ട് ഇത് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെ സാധിക്കാനായിട്ട് പറ്റും എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ടും ശ്രദ്ധയോടുകൂടി സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ കുടുംബങ്ങൾ ഇൻഡിവിജ്വൽ കുടുംബങ്ങളായിട്ട് ബന്ധം പുലർത്തിയത് കൊണ്ട് തന്നെ പ്രാദേശികമായിട്ടെങ്കിലും നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലെ വിശ്വാസം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു ബ്ലൂ പ്രിന്റ് നമ്മൾ ഏതൊരു പ്രവർത്തനത്തിനാണെങ്കിലും സർക്കാരിൽ പ്രവർത്തിക്കുന്നത് ബ്ലൂ പ്രിന്റ് വെച്ചിട്ടാണ്, നമ്മളുടെ ഒരു പ്രീസിഡന്റ് വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ നടത്തിയിട്ടുണ്ടോ, ഈ രീതിക്കാണ് ചെയ്യേണ്ടത്, ഇന്ന എമൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇന്ന ആൾക്കാരെ ഒരു പ്രൊക്യൂർമെന്റ് നടത്തണമെങ്കിൽ ഇന്ന രീതിയിലാണ് പ്രൊക്യൂർ ചെയ്യേണ്ടത്. അതൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ് ഇപ്പം ഈ പുനരധിവാസ പദ്ധതി നമ്മുടെ മുന്നിൽ ചാലഞ്ചായിട്ട് ഇപ്പം വന്നത്. അത് വളരെ കറക്റ്റായിട്ടും ശക്തമായിട്ടും നിറവേറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള, അപ്പം നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുകയും വേണം. പക്ഷേ സിസ്റ്റംസ് ചെയ്യുമ്പോൾ തന്നെ പുതിയ സിസ്റ്റംസ് എന്താണ് എന്ന് കൊണ്ടുവന്ന് അത് ഫിനാൻഷ്യലിയും എക്കണോമിക്കലിയും ഒക്കെ തന്നെ അത് വയബിൾ ആണ് എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഒരു ടൗൺഷിപ്പ് ഉയർന്നു വരുമ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോൾ, ഈ കംപ്ലീറ്റ് ആകുന്നത് തന്നെ നമ്മൾ എഗൈൻ വൈകുന്നു എന്ന് പറയുമ്പോഴും പുറം ലോകം പറയുന്നത് ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇത്രയും ഇവിടം വരെ എത്തി എന്നുള്ളതാണ്. നമുക്കാണ് നമുക്ക് ക്ഷമയില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ആ ക്ഷമയില്ലാത്തതിന് കാരണം ഈ നീറുന്ന കുടുംബങ്ങളില് അവര് ഇപ്പോഴും അനിശ്ചിതത്വത്തിലല്ല, പക്ഷെ ഒരു പൂർണ്ണമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷനിൽ എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ നമ്മൾ കൂടുതൽ എംപത്തറ്റിക് ആവുന്നത് കൊണ്ട് കൂടി. അതെ, അത് മറക്കരുത്. കാരണം അത് മറക്കാതിരിക്കുന്നിടത്തോളം സമയത്ത് മാത്രമേ നമ്മൾ അത് വളരെ ശക്തിയോടെ ആർജവത്തോടു കൂടി ഒരു സൊല്യൂഷൻ, ഒരു എൻഡ് ഔട്ട്കം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ ഈ ഒരു കഴിഞ്ഞ 10 വർഷം എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്രൈസിസുകൾ വന്നിട്ടുള്ള ഒരു സമയമാണ്. നിപ്പ, പ്രളയം, കോവിഡ്, ഇപ്പൊ വയനാടാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ മാനേജ് ചെയ്യുകയും അതേസമയം മറ്റ് കുറവുകൾ വരാതെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ പെൻഷൻ സ്കീമുകളൊക്കെ വന്ന മാറ്റം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ തന്നെയാണ്, വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ വലിയൊരു ബൂം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കഴിഞ്ഞ കാലയളവിൽ കാണുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു കേരളത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു ഡെവലപ്മെന്റ് പ്രോജക്ട്സിനെ എങ്ങനെ നോക്കിക്കാണും? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കേരളത്തിൻ്റെ നമ്മുടെ ഒരു വികസന പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി. ആൻഡ് ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി എന്നുള്ളത് നമ്മൾ എല്ലാവരും ചേർത്തുകൊണ്ടുള്ള, പക്ഷേ കേരളത്തിൻ്റെ മാറുന്ന സമൂഹത്തിന് മാറുന്ന അംബിഷൻസിനെ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസനം നമ്മൾ കാഴ്ചവെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മളുടെ സാമൂഹ്യ മേഖലകളാണ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ മുതലായ മേഖലകളിൽ നമ്മൾ അതിൻ്റെ ഫോക്കസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഹയർ എഡ്യൂക്കേഷനിൽ തന്നെ ഇപ്പം കേരളം ആക്ച്വലി ഹയർ എഡ്യൂക്കേഷനിൽ എത്തേണ്ടിടത്ത് നമ്മൾ എത്തിയിട്ടില്ല. അതിന് ഇപ്പം എന്താണ് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റി
നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റണം. കാരണം ഗ്ലോബൽ ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മുടെ നാട്ടിലുള്ളത്. കേരളത്തിന്റെ ശക്തി എന്ന് പറയുന്നത് തന്നെ കേരളത്തിന്റെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. സ്റ്റാർട്ടപ്പ് ഇക്കോണമി നമ്മളിത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റാർട്ടപ്പ് ഇക്കോണമി ആയിട്ട് കേരളത്തിന്റെ വളരെയധികം നമുക്ക് ചലഞ്ചസ് ഉണ്ട്. ഇൻഡസ്ട്രി, ലാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡിന്റെ ചലഞ്ചും റിസോഴ്സസിന്റെ ചലഞ്ചും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന നമ്മുടെ ആ ഹ്യൂമൻ റിസോഴ്സിന്റെ ആ സ്കില്ലിന്റെ കഴിവ് കൊണ്ട് നമുക്ക് ഒരു മാറ്റം, ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഈ സ്ട്രെങ്ത്, ഞാൻ നേരത്തെ സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ സ്കില്ലിംഗ് റിസോഴ്സസിന്റെ കണ്ടുപിടിക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക്, ശക്തമായിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, നമ്മൾ തെറ്റ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു കമ്മ്യൂണിറ്റി, ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും കേരളത്തിൽ ഉണ്ടായി വരുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ അതിദാരിദ്ര്യം സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ നോക്കിക്കണ്ടതും അത് തന്നെയാണ്. ഇപ്പം കേരളമല്ല പറഞ്ഞത്, നീതി ആയോഗ് പറഞ്ഞ കേരളത്തിൽ നമ്മുടെ ദാരിദ്ര്യത്തിന്റെ അളവ് ഇത്രയും കുറവാണെന്നുള്ളത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെ വരുന്ന മൾട്ടി പോവർട്ടി ഇൻഡെക്സിന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, അതിനെയും നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ള ഒരു ഇന്റർവെൻഷൻ കണ്ടുകൊണ്ട് ഇപ്പൊ ഏറ്റവും മാർജിനലായിട്ടുള്ള, ഏറ്റവും അദൃശ്യമായിട്ടുള്ളവരെയും കൂടി കാണാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ്. അതും കൂടി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോവിഡിന്റെ കാര്യമായാലും നമ്മൾ ഫ്ലഡ്സിന്റെ കാര്യത്തിൽ ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇത്രയും ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും വലിയ സിറ്റീസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടാകുന്നത്. കാരണം കേരളത്തിന്റെ പോപ്പുലേഷന്റെ ഡെൻസിറ്റി അങ്ങനെയാണ്. പക്ഷേ കേരളത്തിൽ നമ്മൾ ഓരോ ഗ്രാമപഞ്ചായത്തിലെയും നമ്മൾ ഇവരുടെ റേറ്റ് ഓഫ് ഇൻസിഡൻസ്, കോവിഡിന്റെ ഇൻസിഡൻസ് നമ്മൾ TPI നമ്മൾ മോണിറ്റർ ചെയ്തു. അത് വേറെ എവിടെയാണ് ചെയ്തിട്ടുള്ളത്? അപ്പം നഗരങ്ങളിൽ പോലും ചില സ്ഥലങ്ങളിൽ മാത്രമേ അത് വെച്ചുകൊണ്ട് അവര് പ്രൊജക്റ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ കേരളത്തിൽ നമ്മൾ കൃത്യമായിട്ട്, എനിക്കറിയാം, കാരണം ഞങ്ങൾ ഡെയിലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ പഞ്ചായത്തിലും എന്താണ് സ്ഥിതി. അത് ഇപ്പം പ്രശ്നം കൂടുതൽ രോഗത്തിന്റെ പ്രഭാവം കണ്ട സ്ഥലങ്ങളിലൊക്കെ അവിടെ നമുക്ക് CFLTC ആവശ്യത്തിനുണ്ടോ, ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനങ്ങൾ ആവശ്യത്തിനുണ്ടോ, ഓക്സിജൻ സിലിണ്ടർ ആവശ്യത്തിനുണ്ടോ, ഡോക്ടർ ആവശ്യത്തിനുണ്ടോ ഒക്കെ നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ഓരോ പഞ്ചായത്തിലും നമ്മൾ അളന്നാണ്. അത് നമ്മൾ ഇപ്പൊ ഇവിടെ അളക്കുന്നത് പോലെ തന്നെ ഗവൺമെന്റ് തലത്തിൽ മുഖ്യമന്ത്രിയുടെ ലീഡർഷിപ്പിൽ ഡെയിലി ഇതിന്റെ ഇതുണ്ടായിരുന്നു. ആ ഒരു ഡെയിലി ബുള്ളറ്റിൻ നാട്ടിൽ പോയപ്പോഴത്തെ അത് കൊടുത്തിട്ടുള്ള ഒരു സമാധാനവും വിശ്വാസവും ചെറുതൊന്നുമല്ല. അതെ, നമുക്കാണെങ്കിലും ആ ഒരു സമയത്ത് വൈകുന്നേരം നമ്മൾ 6 മണിക്ക് ഇങ്ങനെ ന്യൂസ് കാണാൻ വേണ്ടി ഇരിക്കും. ഒന്ന് നമ്മളടുത്ത് വന്ന് അത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഭയങ്കര വലുതായിരുന്നു. അപ്പൊ നമുക്ക് കഴിഞ്ഞൊരു കാലയളവിനെ സംബന്ധിച്ച് ഇത്രയും വ്യക്തതയോടെ, കൃത്യതയോടെ സംസാരിച്ചതിന്, സംവദിച്ചതിന് ഒരുപാട് നന്ദി മാം. താങ്ക് യു സോ മച്ച്.